ഈ കണ്ട സാധനം ഒരു കണ്ടന്റായിട്ട് എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതിനുശേഷം ഞാൻ അയച്ച മറുപടി കാണിച്ചു കൊടുക്കാം. മറുപടിയും കൂടെ നിങ്ങൾ കേട്ടോളൂ. കണ്ടില്ലേ, ഞാനൊരു കാര്യം വയ്യാത്ത ഒരാളാണ്, മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് ഇത് സംസാരിക്കുന്നത്. ഇവരോടൊന്നും സിമ്പതിയോട് ഒരാവശ്യമില്ല. ഇവരൊക്കെ നമുക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ല നോക്കേണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് കിണുകിണ അടിച്ചു വെക്കുക. നമ്മളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടെ എത്തും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക, കുറഞ്ഞ പക്ഷം അതേ ലൈക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും സുഹൃത്തുക്കളെ. കൂടുതൽ ലാഗടിപ്പിച്ച് കുളവാക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ തമാശയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ചില റീലുകൾ ഉണ്ടാക്കും, ചില സിനിമയിൽ ചില കഥാപാത്രങ്ങൾ ഉണ്ടാക്കും, ചില കോമഡിയിൽ ചില കഥാപാത്രങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവരെ കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ വെച്ച് കോമഡി ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഒരുപാട് പേർക്ക് വല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക്. അപ്പോൾ അത്തരത്തിലൊരു റീലും അതിനോടനുബന്ധിച്ച് ഒരാൾ വന്ന് റിയാക്ട് ചെയ്തുമാണ് നമുക്ക് കാണാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു റീല് കാണാം, ആ റീലിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇങ്ങനെ ഒരു റീലാണ് കണ്ടത്. ഈ ആളെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇത് അമൃത എന്ന് പറയുന്ന ആളാണ്. ഇവരൊരു സീരിയൽ ആക്ട്രസ് ഒക്കെയാണ്. ഇവരുടെ പ്രൊഫൈലിൽ പോയാലും അതൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണ് ഇവരുടെ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരൊരു ആക്ട്രസ് ആണ്, ഇവർ സീരിയൽസിലൊക്കെ അഭിനയിക്കുന്നതാണ്. ഇവരുടെ കൂടെയുള്ള അദ്ദേഹവും ഇവർ രണ്ടും കൂടെ ചേർന്ന് ഒരുപാട് റീലുകൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇവരുടെ റീലുകളിലെല്ലാം ഇത്തരത്തിലുള്ള വൈകല്യമുള്ള അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവരെ അപമാനിക്കുന്നുണ്ടോ എന്ന സംശയത്തിലാണ് നമ്മളുടെ ഒരു വീഡിയോ നമ്മളിനി കാണാൻ പോകുന്നത്. അതായത് അബീസ് ശ്രീ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഈ ചാനലിനകത്ത് ഇവരുടെ വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരം കാണുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡാൻസും റീൽസും കാര്യങ്ങളും എല്ലാം സ്ഥിരം വരുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ട് ഒരാളാണ്. ഇദ്ദേഹം ഒരു ക്രിക്കറ്റ് ടീമിൽ മെമ്പറാണ്. ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവർ കളിക്കുന്ന ഒരു ക്രിക്കറ്റ് ടീം. ആ ക്രിക്കറ്റ് ടീമിൽ കൈകളില്ലാത്ത ഒരാൾ ഇദ്ദേഹത്തിനൊരു ഈ റീല് കണ്ടിട്ട് അദ്ദേഹത്തിന് ഫീൽ ആയ ഒരു സാധനം അയച്ചു കൊടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിയാക്ഷനാണ് നമുക്ക് കാണാൻ പോകുന്നത്. നമുക്ക് അപ്പോൾ അഭിയുടെ വീഡിയോ കണ്ടു തുടങ്ങാം. പറഞ്ഞിരിക്കുന്നത് കാര്യം അവർക്കത് സിമ്പിളായിട്ട് എടുക്കാനേ പറ്റൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു കുരുവില്ലല്ലോ, മനസ്സിലായി? കൈക്കും കാലിനൊന്നും ഒരു കുരുവില്ലല്ലോ. അപ്പോൾ അത് കാരണം അവർക്ക് സിമ്പിളായിട്ട് എടുക്കാം. പക്ഷേ ഈ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഒരു പ്രശ്നമില്ലാതെ നടന്നിട്ട് 10-18 വയസ്സിൽ ഒരു ആക്സിഡന്റിലൂടെ കൈ പോയൊരു വ്യക്തിയാണ് ഈ അരുൺ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി അങ്ങനെ ഉള്ള ഒരാൾക്ക് ഇത് കൂടുതൽ ഫീൽ ചെയ്യും. കാരണം അദ്ദേഹം നമ്മളെപ്പോലെ ഇപ്പം നമ്മൾ കൈകൾ ഉള്ളവരെ പോലെ കൈകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഒരാൾക്ക് ഈ കൈകളില്ലാത്തവരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവരെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു വീഡിയോ വരുമ്പോഴത്തേനും അദ്ദേഹത്തിന് അത് വേറെ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന് ഹർട്ടായി. ഇപ്പം നമ്മുടെ ഈ സീരിയൽ താരം ഈ അമൃത എന്ന് പറയുന്നത് ഇതൊരു ഫണ്ണായിട്ടൊരു തമാശയായിട്ട് മാത്രം ജനറേറ്റ് ചെയ്ത സാധനമാണ്. പക്ഷേ അത് തമാശയിലുപരി പല ആളുകൾക്കും ഇത്തരത്തിലുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ കളിയാക്കുന്ന പോലെ അവരെ അപമാനിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന നിലയിലാണ് നമുക്ക് അഭി സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ബാക്കിയും കൂടെ കേട്ടോ. മനസ്സിലായി? അവൻ ഇത് കണ്ടപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അവനൊരു കണ്ടന്റ് ക്രിയേറ്ററോ ഒന്നുമല്ല, ഒരു പാവം പിടിച്ച പയ്യനാണ്. അവൻ്റെ 18 വയസ്സിൽ അവൻ്റെ കൈ പോയതിന് ശേഷം അവൻ്റെ സ്ട്രഗ്ലിംഗ് എന്താണെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. അവൻ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ള കാര്യങ്ങൾ അവൻ ഞങ്ങൾ കൂടിയിരുന്നൊരു വേദിയിൽ വെച്ച് പറഞ്ഞു. സൂയിസൈഡിന് വരെ അറ്റംപ്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും, അതായത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൈ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദിനദിനമായിട്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏതെങ്കിലും കൈയോ കാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടാൽ തന്നെ അത് നമ്മൾ ഏത് തരത്തിൽ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരത്തിലൊരു അവസ്ഥയിൽ ഒരുപാട് ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ബാക്കിയോടെ പറയട്ടെ. ഈ കണ്ട സാധനം ഒരു കണ്ടന്റായിട്ട് എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതിനുശേഷം ഞാൻ അയച്ച മറുപടി കാണിച്ചു കൊടുക്കാം. മറുപടിയും കൂടെ നിങ്ങൾ കേട്ടോളൂ. ഞാൻ ആ വീഡിയോ കണ്ടു. എനിക്കറിയാം നിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയാം. കാര്യം പേഴ്സണലി എനിക്ക് ജനിച്ച കാലം മുതൽ ഞാൻ യൂസ്ഡാണ്. എനിക്ക് കാര്യം എത്രയാണ് എനിക്കറിയാം. പക്ഷേ ഞാനത് യൂസ്ഡാണ്. പക്ഷേ നീ എന്ന് പറയുന്ന ഒരാൾ ജനിച്ച കാലം മുതൽ ഒരു പ്രശ്നമില്ലാതെ വന്നിട്ട് പെട്ടെന്ന് ആക്സിഡന്റിന് ശേഷം നിന്റെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള നിനക്ക് അത് കാണുമ്പോൾ എന്തുമാത്രം ഫീൽ ആവുന്നില്ല. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാനത് വിട്ട്, അതായത് എനിക്ക് പ്രതികരിക്കാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഓക്കെ ആയിരുന്നു. ഞാനിത് വിട്ടതാണ്. ഇതിങ്ങനെയുള്ള കേസുകൾ ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട കേസാണ്. കണ്ടിട്ട് ഞാൻ വലിയ പറഞ്ഞ കേസാണ്. പക്ഷേ അത് നീ ഇപ്പോൾ അയച്ചപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് എനിക്ക് കൂടുതൽ എനിക്ക് മനസ്സിലായത്. ഇത് അങ്ങനെ കളയേണ്ട ഒരു കേസല്ല. കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, ഒരുപാട് പേര് എന്നെ പോലെ ഇത് കണ്ടിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും. മേ ബി ഒന്നും പറയാൻ പറ്റാതെ.
അപ്പോൾ വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ എന്തായാലും എൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യം ഇവർ പറയുന്നുണ്ടല്ലോ, അതിനകത്ത് തന്നെ പറയുന്നുള്ളൂ, ആരും പേഴ്സണലി ഹേർട്ട് ചെയ്യാനല്ല. അപ്പോൾ തന്നെ അത് അറിയാമല്ലോ, ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വയ്യാത്തവർക്ക് കാണുമ്പോൾ വിഷമമാകും എന്നവർക്ക് തന്നെ അറിയാം. എന്നിട്ടോ സ്വാഭാവികമായിട്ടും അവരൊരു മുൻകൂർ ജാമ്യം എന്ന നിലത്തിലെടുത്താണ് ഇത് ഞങ്ങളെ ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല എന്ന് നമ്മൾ ഈ സിനിമയിലൊക്കെ വാണിംഗ് എഴുതി കാണിക്കത്തില്ലേ, ഈ സംഭവത്തിനും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലെന്ന്. അതുപോലെ അവരൊരു വാണിംഗ് കൊടുത്തിരുന്നു. പക്ഷെ അത് ഇവർ ഉൾക്കൊണ്ടത് അപ്പോൾ ഓൾറെഡി അവർക്ക് അറിയാം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും വിഷമമുള്ള സാധ്യത ഉണ്ടെന്ന്, എന്നിട്ടും അവർ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർക്ക് മനസ്സിലായത്. ഇവരെ തെറ്റൊന്നും പറയത്തില്ല കേട്ടോ, ബാക്കിയും കൂടെ കേൾക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. റീച്ച് എന്നുള്ള ഒറ്റ മൈൽ സാധനം കാണണം. റീച്ച് കിട്ടി അവിടെ എന്തെങ്കിലും പോപ്പുലർ മറ്റേ വേറെ സീരിയൽ അഭിനയിക്കാനും പഠിക്കാനും പറയുന്നതാണ് എനിക്കറിയാവുന്നത്. എന്നിട്ട് ഇങ്ങനെ മൂഞ്ചി പരിപാടി കാണിക്കുന്നത്. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഒരു നോർമൽ ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പോലും അത് എത്രമാത്രം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസർ അല്ലാണ്ട് ഇങ്ങനെ സീരിയലിലൊക്കെ അഭിനയിക്കാൻ പറയുന്ന ഇത്ര സോഷ്യൽ ഫിഗർ ആയിട്ട് പബ്ലിക് ഫിഗർ ആയിട്ടുള്ള വ്യക്തി ഈ പരിപാടി കാണിക്കുന്നത് എന്ത് അർത്ഥത്തിലായിരിക്കും കാണിക്കുന്നത്? അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ആളുകളിൽ വല്ലാത്ത രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ വന്നൊരു ആശയം പറയുകയാണ്, ആ ആശയം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ശരിയാണല്ലോ, അപ്പോൾ അവൻ പറഞ്ഞത് അതാണ് നമ്മുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ ഇത് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഫിസിക്കൽ ഡിസബിലിറ്റിയെ കളിയാക്കുക, കറുപ്പിനെ കളിയാക്കുക, അല്ലെങ്കിൽ തടിച്ചിരിക്കുന്നത് ബോഡി ഷേമിങ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമായിട്ട് മാറി നമ്മുടെ സമൂഹം അത് തിരിച്ചറിയുന്ന ഒരു കാലത്തിലേക്ക് വന്നു. പക്ഷേ ഒരു സമയത്ത് തമാശ മുഴുവൻ ഇതായിരുന്നു. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു തമാശയുടെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം അത്രയും മാറുമ്പോഴും നമ്മളും ചില മാറ്റങ്ങൾ വരണം. നമുക്ക് ബാക്കിയും കൂടെ കേട്ടിട്ട് കുറച്ച് പറയാം കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക, ഇവരുടെ മെന്റാലിറ്റി എന്തായിരിക്കും? ഇവരൊക്കെ ഫണ്ണായിട്ടായിരിക്കും എടുത്തത് ഈ വീഡിയോ. 53.5K പേരാണ് അത് ലൈക്ക് ചെയ്തിരിക്കുന്നത്. 4648 പേര് ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് അയച്ചിരിക്കുന്നത്? ഫണ്ണായിട്ട് എടുത്തിട്ടായിരിക്കും അല്ലേ? അതെ, അത് ഇപ്പം ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമുള്ള ആൾക്കേ അത് പ്രശ്നമായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കുരുവില്ലാത്തവൻ ഇതൊരു തമാശയായിട്ട് മാത്രമേ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ അത് വിഷമാവും, നിങ്ങൾക്ക് എങ്ങനെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് മീൻസ് എമ്പതി, മറ്റൊരാളുടെ ഇതിൽ നിന്നിട്ട് ആരും ചിന്തിക്കത്തില്ല. നമ്മളത് കാണുമ്പോഴത്തേനും ചിരിക്കാൻ പറ്റിയൊരു തമാശ ഫൺ സാധനം എന്നുള്ള രീതിയിൽ പലരും അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്കത് വേറെ രീതിയിലായിരിക്കും ഇത് എടുക്കുന്നത്. കാരണം നിങ്ങൾ പോയ വിഷമങ്ങളും വേദനകളും എല്ലാം നമ്മൾ തിരിച്ചറിയുന്നു കേട്ടോ. ഇതൊക്കെ കാണുന്നത് ഏതെങ്കിലും ഒരു കൈ വയ്യാത്തതും കാല് വയ്യാത്തതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ കണ്ടില്ലേ, ഞാനൊരു കാല് വയ്യാത്ത ഒരാളാണ്, മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഇത് സംസാരിക്കേണ്ടെന്ന് വെച്ചത്. കാര്യം സമൂഹം ഏറ്റെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഏറ്റെടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഇതൊക്കെ സിമ്പിളായിട്ട് എടുത്തൂടെ ബ്രോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന് മുമ്പിലേക്കാണ് ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു ബ്രോ, പക്ഷേ ഈ ഒരു മെസ്സേജ് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിത് സിമ്പിളായിട്ട് എടുത്തേനെ. മനസ്സിലായില്ലേ? കാര്യം ഫണ്ണാണ്, ബാക്കി ആർക്കും ഒരു ഫീലും ആവില്ല എന്ന് വിചാരിച്ചാൽ. പക്ഷെ അത് അങ്ങനെയല്ല. ഇപ്പം ഈ ഒരു പയ്യൻ ഇത് കണ്ടിട്ട് ഇത്രയും വിഷമിച്ച് മെസ്സേജ് അയച്ചു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനെ പേഴ്സണലി ഹേർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഇത് കണ്ടുകൊണ്ടിരുന്ന എത്ര പേർക്ക് ഹേർട്ടായി കാണും? അതെ, തീർച്ചയായിട്ടും അത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പേർക്ക് ഹേർട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാത്തിനെയും, അതായത് ഇത്തരത്തിൽ ഡിസബിലിറ്റി ഉള്ള ഒരാളെ നമ്മൾ ഇങ്ങനെ തമാശ രീതിയിൽ ജനറേറ്റ് ചെയ്യരുതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അത് ശരിയാണെന്നല്ല, നമുക്ക് തമാശകളെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളുടെ അറിവില്ലായ്മയാണ്, നമ്മുടെ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ നിഷ്കളങ്കതയാണ് നമ്മൾ ഹരിഹർ നഗറിൽ കളിയാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു കളിയാക്കൽ നടക്കില്ല, അങ്ങനെ ഒരു ചിരി നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് അവരൊരു ശരിയാണ് ജനറേറ്റ് ചെയ്തത്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്, അത് ശരിയാണെന്ന് ഞാൻ ബാധിക്കുന്നില്ല. പക്ഷേ അത് അത്രയും വലിയ രീതിയിൽ ഇൻറ്റൻസ് ആയിട്ട് ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ അത് മനസ്സിലാക്കുന്നു. കാരണം അവർക്കേ അറിയൂ അതിൻ്റെ ഒരു വേദന എന്താണെന്ന്. നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മളെ കളിയാക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് ബാക്കി കൂടെ കേൾക്കാം, എന്നിട്ട് പറയാം. സമൂഹം നമ്മളെ നോക്കി നമുക്ക് കാല് വയ്യ അല്ലെങ്കിൽ കൈ വയ്യ എന്ന് പറഞ്ഞ് ഒരു സഹതാപം എന്ന് പറയുന്ന സാധനം നമ്മളിലേക്ക് സ്പ്രെഡ് ആകുന്നു. സഹതാപമാണ് നമ്മുടെ നേർക്ക് എപ്പോഴും കൊണ്ടുവരുന്നത്. ആ സഹതാപം ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ സഹതാപം കാണിക്കുന്നവർക്ക് ഇതേ പറയാനുള്ളൂ ഞങ്ങൾക്ക്. അതെ, ബേസിക്കലി ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോഴത്തേനും പല ആൾക്കാർക്കും സഹതാപം തന്നെയാണ് തോന്നുന്നത്. അയ്യോ പാവം, കഷ്ടമായിപ്പോയി, അയ്യോ പാവം, അങ്ങനെ ആയിപ്പോയി എന്ന് തന്നെയാണ് പലരും ചിന്തിക്കുന്നത്. അത്തരത്തിലൊരു സിമ്പതിയുടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പരിഗണനയുടെ ആവശ്യം അവർക്ക് ആവശ്യമില്ല. അത്തരത്തിലുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ പരിഗണന ആവശ്യമില്ല. നമ്മളെക്കാട്ടിലും കഴിവുള്ളവരാണ്, നമ്മളെക്കാട്ടിലും സ്കില്ലുള്ളവരാണ്, നമ്മളെക്കാട്ടിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. കാരണം
നമ്മൾ രണ്ട് കൈയും വെച്ചിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ രണ്ട് കൈ ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ കാലുകൾ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാലില്ലാതെ, ഒരു കാലം നഷ്ടപ്പെട്ടോ രണ്ട് കാലം ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ പൂർണ്ണ എല്ലാ സാധനവും ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അതില്ലാതെ നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആളുകളാണ് അവർ. നമ്മളെക്കാട്ടിലും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന, നമ്മളെക്കാട്ടിലും കൂടുതൽ വർക്ക് ചെയ്യുന്ന, നമ്മളെക്കാൾ കൂടുതൽ മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ള, നമ്മളെക്കാൾ കൂടുതൽ വിൽ പവർ ഉള്ള ആളുകളാണ് അവർ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സിമ്പതിയുടെ ആവശ്യമില്ല. നമ്മളെപ്പോലെ ഒരാൾ അവരെ ചേർത്ത് നിർത്തുക, അവരുടെ തോളൊക്കെ ആയിട്ട് നമ്മൾ ഒരാളായിട്ട് കാണുന്ന സാധനം മാത്രമേ ഉള്ളൂ. ഇവരോടൊന്നും സിമ്പതിയോട് ഒരാവശ്യമില്ല. ഇവരൊക്കെ നമുക്ക് മേളിലാണ്. ഇവർ നമ്മളോടാണ് സിമ്പതി കാണിക്കേണ്ടത്. മനസ്സിലായില്ലേ? ദയവേത് ഉപദ്രവിക്കാതിരിക്കുക. എങ്ങനെയാലും വിൽ പവർ കാരണോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ പറയുന്ന ഈ അരുൺ എന്ന് പറയുന്ന പയ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൈ കൊണ്ട് അവൻ ക്രിക്കറ്റ് കളിക്കുന്നത് നിങ്ങൾ കാണണം. മനസ്സിലായില്ലേ? അതൊക്കെ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത സ്ട്രഗിളിങ്ങും അവൻ്റെ ഫ്രണ്ട്സ് അവനാക്കിയ ഫ്രണ്ട്സ് കൊടുത്ത ഒരു എഫോർട്ടും അവൻ്റെ ഫാമിലി കൊടുത്ത ഒരു എഫോർട്ടും അതൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം വിൽ പവറോടെ ഒരുപാട് പേരുടെ സപ്പോർട്ടോടെ ആയിരിക്കും ഈ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കയറി വരുന്നത്. അപ്പം നമ്മൾ ഇത്തരത്തിലുണ്ടാക്കുന്ന, നമ്മൾ നർമ്മം പകർത്താൻ വേണ്ടി ചെയ്യുന്നൊരു സാധനങ്ങൾ അവരെയൊക്കെ വിഷമിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത് ഏത് തരത്തിൽ അതിനെ നിർത്തലാക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു തമാശ ജനറേറ്റ് ചെയ്യണം, അപ്പോൾ അങ്ങനെ ഒരാളെ യൂസ് ചെയ്യില്ല, ഇങ്ങനെ ഒരാളെ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടൊരു സാധനം ചെയ്യണം, ഒരു സിമ്പതി ചെയ്യണം, ആളുടെ ഫീൽ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ബേസിക്കലി നിങ്ങൾ ഉള്ളിലേക്ക് മാക്സിമം എടുക്കാതിരിക്കുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇതൊരു നിങ്ങളെ ഒരു അവഹേളനമായിട്ട് നിങ്ങൾ കാണാതിരിക്കുക. അങ്ങനെ ഒരു റീൽ അവർക്കും ഒഴിവാക്കായിരുന്നു, പക്ഷേ നിങ്ങൾക്കും അത് അത്ര ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഫീൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ബാക്കിയുള്ളവരുടെ കീഴിലല്ല, ബാക്കിയുള്ളവരുടെ മുകളിലാണ്. ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുന്നതിൽ കൂടുതൽ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, അവരൊക്കെ കൂടുതൽ കഴിവുള്ളവരാണ് നിങ്ങൾ. ഇതൊന്നും ഓർത്ത് നിങ്ങളെ ഇത്തരത്തിൽ എന്തെങ്കിലും സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവർ വിഷമിക്കുക വേണ്ട. നിങ്ങൾ വേറെ ലെവലാണ്. നമ്മളൊന്നും നിങ്ങളുടെ അടുത്തൊന്നും വരത്തില്ല. ഓക്കെ, ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.